ആദ്യമായിട്ട് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. മനോഹരമായൊരു വാക്യമാണ് നാം ഇപ്പം വായിച്ചത്. എങ്കിൽ എന്നാണ് ആ വാക്യം തുടങ്ങുന്നത്. എങ്കിൽ എന്ന് നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചാൽ അതിൻ്റെ അർത്ഥം അതിനൊരു വ്യവസ്ഥയുണ്ടെന്നാണ്. ആ വ്യവസ്ഥ പാലിക്കപ്പെടുന്നില്ലെങ്കിൽ അതിനോട് ചേർന്നുള്ള വാഗ്ദാനവും നിറവേറ്റപ്പെടുകയില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാനുള്ള വ്യവസ്ഥ എന്താണ്? ആളുകൾ നിങ്ങളോട് പോരാടാനായിട്ട് വന്നാൽ നിങ്ങൾ വായി തുറക്കരുത്. 60 കൊല്ലങ്ങൾക്ക് മുമ്പ് എനിക്ക് 23 വയസ്സുള്ളപ്പോൾ ഒരു ദൈവമനുഷ്യൻ ഈ ഉപദേശം എനിക്ക് തന്നു. അദ്ദേഹം 3 ഉപദേശങ്ങൾ എനിക്ക് തന്നു. നിന്റെ ആവശ്യങ്ങൾ ഒരു മനുഷ്യനെ നീ അറിയിക്കരുത്. കഴിഞ്ഞ 60 വർഷവും ഞാനത് പാലിച്ചു. ഒരു മനുഷ്യനോടും ഞാൻ പണം ചോദിച്ചിട്ടില്ല. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് വളരെ ലളിതമായിട്ട് ജീവിക്കാൻ പഠിക്കുക. അനാവശ്യ സുഖഭോഗങ്ങൾക്കായിട്ട് നിന്റെ പണം നീ ചെലവഴിക്കരുത്. അതും 60 വർഷമായിട്ട് ഞാൻ ചെയ്തു പോരുന്നു. അദ്ദേഹം പറഞ്ഞ മൂന്നാമത്തെ കാര്യം, ആളുകൾ നിന്നെ കുറ്റപ്പെടുത്തിയാൽ നീ നിന്റെ വായി തുറക്കരുത്. കഴിഞ്ഞ 60 വർഷമായി ഞാനത് പാലിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ സാക്ഷ്യം നിങ്ങളോട് പറയാം. നിങ്ങൾ മൗനമായിരിക്കുമെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. എത്ര മനോഹരമായൊരു വാഗ്ദാനം! ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ നിങ്ങൾ ഈ വാക്യം കാണാതെ പഠിച്ച ശേഷം മറന്നു പോകാനല്ല, പകരം ഈ കാര്യം എല്ലാ ദിവസവും നിങ്ങൾ ഓർക്കണം. എന്തിനും ഏതിനും പോരാടുന്നവരെ കൊണ്ട് ഈ ലോകം നിറഞ്ഞിരിക്കുകയാണ്. അത് പിശാചിൻ്റെ പ്രകൃതമാണ്. പോരാട്ടം, കുറ്റപ്പെടുത്തൽ, വിമർശനം. നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളുണ്ടാകാം. കുടുംബത്തിൽ നിന്ന് തന്നെ ഞാനും ഇത് അഭിമുഖീകരിച്ചിട്ടുണ്ട്. മൗനമായി ഇരിക്കുക. സങ്കീർത്തനം 46 മനോഹരമായൊരു വാക്യമുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്യമാണ്. ഞാൻ ഓർക്കുന്നു, ഞാനൊരു ചെറുപ്പക്കാരനായിരുന്നപ്പം ഈ വാക്യം കാണാതെ പഠിച്ചു. 10-ാം വാക്യം. ഇത് പലതരത്തിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചിലയിടത്ത് പരിശ്രമിക്കുന്നത് നിർത്തി ഞാൻ ദൈവമാണെന്നറിയുക. മറ്റൊരു പരിഭാഷയിൽ മൗനമായിരുന്ന് വായി തുറക്കാതെ തന്നെ ഞാൻ ദൈവമാണെന്നറിയുക. മറ്റൊരിടത്ത് ശാന്തമായിരുന്ന്. ഇങ്ങനെയൊക്കെയാണ് പല വിവർത്തനങ്ങളിലും പറയുന്നത്. അത് വിട്ടുകളയുക. അതിനുവേണ്ടി നീ പോരാടരുത്. ശാന്തനായിരിക്കുക, മൗനമായിരിക്കുക, മിണ്ടാതിരിക്കുക. അങ്ങനെ ഞാൻ ദൈവമെന്നറിയുക. നാം തന്നെ പൊരുതുന്നത് അവസാനിപ്പിക്കുമ്പോഴേ അവൻ ദൈവമെന്ന് നാം അറിയുള്ളൂ. എനിക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഇതിൻ്റെ ഒരു നല്ല ഉദാഹരണം 2 ദിനവൃത്താന്തം അതിൻ്റെ 20 കാണുന്നുണ്ട്. ഈ പഴയ നിയമ സംഭവങ്ങളിൽ നിന്ന് ഒരു ആത്മീയ പാഠം നമുക്ക് പഠിക്കാൻ കഴിയും. ഇവിടെ യഹോശാഫാത്തിനെ കുറിച്ചാണ് നാം വായിക്കുന്നത്. ഇസ്രയേലിലുള്ള മറ്റ് രാജാക്കന്മാരെക്കാൾ ഇവനൊരു നല്ല രാജാവായിരുന്നു. ക്ഷമിക്കണം, അവൻ ഇസ്രയേലിലെ രാജാവായിരുന്നില്ല, യഹൂദിയിലെ രാജാവായിരുന്നു. അതിൻ്റെ 2-ാം വാക്യത്തിൽ അവൻ്റെ അടുക്കൽ ഒരു വാർത്ത എത്തി. 2 ദിനവൃത്താന്തം 20:2. വലിയൊരു ജനസമൂഹം കടലിനക്കരെ അവന് നേരെ വന്നതായിട്ട് അവൻ അറിയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഇപ്രകാരം ഉള്ള ഒരു കാര്യത്തെ അഭിമുഖീകരിച്ചിട്ടുണ്ടോ? ഒരു പ്രശ്നം മാത്രമല്ല, അനേക പ്രശ്നങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് നേരെ വരുന്നു ഒരേ സമയത്ത്. ഒരാൾ രോഗിയാകുന്നു, നിങ്ങളുടെ ഓഫീസിൽ ഒരു പ്രശ്നം, നിങ്ങളുടെ കുടുംബത്തിൽ മറ്റൊരു പ്രശ്നം. ഇതെല്ലാം ഒരേ സമയം നിങ്ങൾ അഭിമുഖീകരിക്കുന്നു. ചിലപ്പം ഓരോരോ പ്രശ്നങ്ങളായിട്ടായിരിക്കും നിങ്ങൾ അഭിമുഖീകരിക്കുന്നത്. ഇവിടെ വലിയൊരു ജനസമൂഹം അവനെതിരെ വന്നിരിക്കുകയാണ്. യഹോശാഫാത്ത് ഭയന്നു. നമ്മളും ഭയപ്പെടാം. എന്നാൽ അവനെന്താ ചെയ്ത്? അവൻ ദൈവത്തെ അന്വേഷിച്ചു. അങ്ങനെയാണ് ഭയം നീങ്ങിപ്പോകുന്നത്. ഈ സംഭവത്തിൽ ഭയം അവനെ വിട്ടുപോയി. അവൻ ആ ഭയം അവൻ്റെ ഉള്ളിൽ വെച്ചില്ല. ഈ ലോകത്തിൽ ജീവിക്കുന്ന ഏത് മനുഷ്യനും ഏത് സാഹചര്യത്തിലും ഭയപ്പെടാൻ സാധ്യതയുണ്ട്. ശരിക്കും നിങ്ങൾ ഈ സുവിശേഷം കാണുമ്പോൾ യേശു മിക്കപ്പോഴും ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ ഭയപ്പെടരുത്, ഭയപ്പെടരുത്. അവൻ ഉയർത്തെഴുന്നേറ്റ ശേഷവും തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ ഭീരുക്കൾ ആകരുത്. യേശു പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. പാപം ചെയ്യരുത്, ഭയപ്പെടരുത്. ഈ 2 കാര്യങ്ങളും ക്രിസ്തീയ കോളത്തിൽ വളരെ കുറച്ച് ഊന്നി പറയുന്നുള്ളൂ. പാപം ചെയ്യരുത്, ഭയപ്പെടരുത്. പാപം ചെയ്യരുത് എന്ന് ഈ സഭയിൽ നമ്മൾ വളരെ ഊന്നി പറയാറുണ്ട്. ഭയപ്പെടരുത് എന്നും നാം ഊന്നി പറയേണ്ടതുണ്ട്.
ഭയത്തിൽ നിന്ന് അങ്ങനെ അവൻ പുറത്തു വന്ന് അവൻ കർത്താവിനെ അന്വേഷിച്ചു. ഭയം വരുമ്പം കർത്താവിനെ അന്വേഷിക്കുക. അവൻ പ്രാർത്ഥിച്ചു. അവിടെ നാം വായിക്കുന്ന അവൻ ഉപവാസത്തോടുകൂടെ പ്രാർത്ഥിച്ചു. അവിടെ നാം കാണുന്ന കാര്യം, അവൻ കർത്താവിൻ്റെ വാഗ്ദത്തം അവകാശമായിട്ട് പറഞ്ഞു. അവൻ പറഞ്ഞു, കർത്താവെ, നീ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, നീ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, നീ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൻ്റെ അവസാനം അവൻ ഏറ്റു പറഞ്ഞു ആ അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ. ആ 3 കാര്യങ്ങൾ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. 2 ദിനവൃത്താന്തം 20:12. ഞങ്ങൾക്ക് ശക്തിയില്ല, ഇത് കൈകാര്യം ചെയ്യാനുള്ള അറിവ് ഞങ്ങൾക്കില്ല, എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ അങ്ങിലേക്ക് തിരിക്കുന്നു. അനേക വർഷങ്ങളായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് പ്രസംഗിക്കാറുണ്ട്. നിങ്ങളൊരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഈ 3 കാര്യം കർത്താവിനോട് പറയുക. ഇത് കൈകാര്യം ചെയ്യാനുള്ള ശക്തി ഞങ്ങൾക്കില്ല കർത്താവേ. രണ്ടാമത്, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല. എന്നാൽ 3-ാമത്തെ കാര്യം മറക്കരുത്, ഞങ്ങൾ നിങ്കലേക്ക് നോക്കുന്നു, ഞങ്ങളെ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരണേ. എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ 2024 എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. 2 ദിനവൃത്താന്തം 20 അതിന് ഉത്തരം. കർത്താവിലേക്ക് തിരിഞ്ഞ് അവനോട് പറയുക, കർത്താവെ, ഇത് കൈകാര്യം ചെയ്യാനുള്ള ശക്തിയോ അറിവോ എനിക്കില്ല. എന്നിട്ട് സ്വർഗത്തിലേക്ക് നോക്കി കർത്താവിനോട് പറയുക, ഞങ്ങൾ അങ്ങേ വിശ്വസിക്കുന്നു. അപ്പോൾ ദൈവം തൻ്റെ പ്രവാചകനിലൂടെ അവനോട് സംസാരിച്ചു. അതിൻ്റെ 15ഉം 16ഉം വാക്യങ്ങളിൽ നാളെ അവരുടെ നേരെ ചെല്ലുക. 17-ാം വാക്യം മനോഹരമായൊരു വാക്യമാണ്. നമുക്കും അത് ബാധകമാണ്. ഈ പടയിൽ പോരാടാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുകയും പിന്നെയും ഭയപ്പെടരുത്. അവരുടെ നേരെ ചെല്ലുവിൻ, യഹോവ നിങ്ങളോട് കൂടെ ഉണ്ട്. ഈ പഴയ നിയമ വാക്യങ്ങൾ നിങ്ങൾ ഓർത്തു വയ്ക്കണം. ഇതുപോലെയുള്ള ചില പ്രത്യേക വാക്യങ്ങളുണ്ട്. എന്നെ മാനിക്കുന്നതിന് ഞാൻ മാനിക്കും. 1 ശമൂവേൽ 2:30. ഇത് 2 ദിനവൃത്താന്തം 20:17. നിങ്ങൾ ചുമന്ന വഴിയിലോ മറ്റോ വാക്യങ്ങൾ അടിവരയിട്ട് സൂക്ഷിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ ഈ വാക്യം നിങ്ങൾ അങ്ങനെ ചെയ്യണം. എൻ്റെ 1-ാമത്തെ വേദപുസ്തകത്തിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇതുപോലുള്ള വാഗ്ദാനങ്ങൾ പിന്നെ ശ്രദ്ധിക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. ശക്തമായ വാഗ്ദാനം, നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട, ഭയപ്പെടേണ്ട, നിങ്ങൾ പോക, യഹോവ നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ സാഹചര്യങ്ങളെ തുടർന്നുള്ള ജീവിതത്തിൽ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞാൽ ഏത് സാഹചര്യമായിരുന്നാലും അവിടെ നിങ്ങൾ പൊരുത്തേണ്ട ആവശ്യമില്ല. പുതിയ നിയമം വായിക്കുമ്പോൾ എഫേസ്യർ 6:12 നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ഞാൻ ഓർക്കുന്നു, പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിച്ച ആദ്യ നാളുകളിൽ ഭൂതങ്ങളെ പുറത്താക്കാനുള്ള വരം എനിക്ക് ലഭിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. പിശാചിന് നേരെ നിൽക്കാനുള്ള കൃപ. ഈ വാക്യമാണ് എന്നെ ഓർപ്പിച്ചത്. എഫേസ്യർ 6:12. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, പിന്നെയോ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ ശക്തിയോടത്രേ. ഇതിൽ നിന്ന് ദൈവം എന്നോട് പറഞ്ഞത്, പിശാചിനോട് പൊരുതാനുള്ള ശക്തി നിനക്ക് വേണമെങ്കിൽ, അത് ഭൂതങ്ങളെ പുറത്താക്കുന്നതോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ പിശാചിനോട് പോരാടാനോ ശക്തി നിനക്ക് വേണമെങ്കിൽ മനുഷ്യനോട് നീ പോരാടരുത്. ഈ തീരുമാനം നീ എടുക്കുക, ഒരു മനുഷ്യനോടും ഞാൻ ഇനിയും പോരാടുകയില്ല. കർത്താവെ, ഒരിക്കലും ഞാൻ എൻ്റെ ഭർത്താവിനോടോ എൻ്റെ ഭാര്യയോടോ ഇനിയും പോരാടുകയില്ല. എൻ്റെ ബന്ധുക്കളോട് ഞാൻ പോരാടുകയില്ല. അവരെന്നെ വഞ്ചിച്ച് എൻ്റെ വസ്തുവകൾ കവർന്നാലും, അവരെന്നെ മുറപ്പെടുത്തുകയോ എന്നെക്കുറിച്ച് മോശം കാര്യങ്ങൾ പറയുകയോ എന്തു തന്നെ ചെയ്താലും ഞാൻ അവരോട് ഇനി ഒരിക്കലും പോരാടുകയില്ല. എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരോട് ഞാൻ പോരാടുകയില്ല. കൂടുതൽ പണം ആവശ്യപ്പെടുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറോട് ഞാൻ പോരാടുകയില്ല. കൂടുതൽ പണം ചോദിക്കുന്ന റെയിൽവേ സ്റ്റേഷനിലെ ആ പോർട്ടറോട് ഞാൻ പോരാടത്തില്ല. ലോകത്തിലുള്ള ഒരാളോടും ഞാൻ പോരാടത്തില്ല. ആരോടും കോപത്തോടെ ഞാൻ ശബ്ദമുയർത്തി സംസാരിക്കത്തില്ല. കർത്താവ് പറഞ്ഞ നീ അങ്ങനെ ചെയ്താൽ എൻ്റെ ശക്തി നിനക്ക് കിട്ടത്തില്ല. ഈ വർഷം മുഴുവനും നിങ്ങൾ ഇത് ഓർത്തിരിക്കുക. എപ്പോഴൊക്കെ നിങ്ങളൊരു മനുഷ്യരോട് പോരാടും, അവിടെ നിങ്ങൾ പറയുന്നു, കർത്താവെ, എനിക്ക് പിശാചിന് നേരെ നിൽക്കാനുള്ള ശക്തിയല്ല, ഇവനെതിരെ നിൽക്കാനുള്ള ശക്തിയാണ് വേണ്ടിയത്. എൻ്റെ ഭാര്യയ്ക്ക് നേരെ നിൽക്കാൻ, എൻ്റെ ബന്ധുക്കളുടെ നേരെ നിൽക്കാനുള്ള ശക്തി. കർത്താവ് പറയും, ശരി, പിശാച് നിന്നെ ജയിക്കും. ഞാൻ ശരിക്കും വിശ്വസിക്കുന്നു, അനേക വിശ്വാസികളുടെ മേലെ പിശാച് ജയമെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ കാലത്ത് ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലരുടെ മേലും. കാരണം എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം നിങ്ങൾ അനുസരിച്ചില്ല. നമുക്ക് പോരാട്ടമുള്ളത്
ജഡരക്തങ്ങളോട് അല്ല. അനേക വർഷങ്ങളായിട്ട് ഞാൻ പിന്തുടരുന്ന ഒരു വാക്യമാണിത്. അതുകൊണ്ട് രാത്രി എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ കഴിയും. ഇവനോട് നാളെ എന്തു പറയണമെന്ന് ഓർത്ത് ഞാൻ എൻ്റെ കിടക്കയിൽ തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുകയില്ല. നാളെ അവനെ കാണുമ്പം എന്താണ് ഞാൻ അവനോട് പറയേണ്ടത്? എനിക്കൊന്നും പറയണ്ട. നാളെ അവനെ കാണുമ്പം ഒന്നും അവനോട് പറയാൻ എനിക്ക് ആഗ്രഹമില്ല. ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, ക്ഷമിക്കണം, എനിക്കൊന്നും പറയാനില്ല. നിനക്കെന്തും പറയാം, എനിക്കൊന്നും പറയാനില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇങ്ങനെയുള്ള ഓരോ സമയത്തും കർത്താവ് തൻ്റെ വാക്ക് പാലിച്ചു. നീ പോരാടേണ്ട ആവശ്യമില്ല, കർത്താവ് നിനക്ക് വേണ്ടി പോരാടും. വരുന്ന വർഷങ്ങളിൽ ഇത് നമ്മുടെ അനുഭവമായി തീരട്ടെ. വചനം വായിക്കുന്നത് ഒരു കാര്യം, എന്നാൽ അത് അനുഭവമാക്കുന്ന മറ്റൊരു കാര്യമാണ്. യഹോശാഫാത്ത് എന്താണ് അടുത്തതായിട്ട് ചെയ്തത്? ശത്രുക്കൾ വന്നപ്പം അവൻ യുദ്ധത്തിനായിട്ട് പോയി. തോക്കും കൊണ്ടാണ് ഇന്ന് ആളുകൾ യുദ്ധത്തിന് വന്നത്. അന്ന് അമ്പും വില്ലുമായിട്ടാണ്. ഇസ്രായേൽ മക്കൾ യുദ്ധത്തിന് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെയാണ്. എന്നാൽ യഹോശാഫാത്ത് പറഞ്ഞു, അമ്പും വില്ലും കയ്യിലുള്ളവരൊക്കെ പുറകോട്ട് പോകട്ടെ. 21-ാം വാക്യത്തിൽ അവൻ ആ പടയ്ക്ക് മുന്നിൽ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്നവരെ നിയമിച്ചു. ചിന്തിച്ചു നോക്കൂ, അവനൊരു ഗായക സംഘത്തെ സൈന്യത്തിന് മുമ്പിൽ അയച്ചു. ഒരായുധവുമില്ലാതെ അവരുച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുക മാത്രമാണ് ചെയ്തത്. ശത്രുക്കൾ അത്ഭുതപ്പെട്ട് കാണും, ഇതെന്തൊരു സൈന്യമാണ്. എല്ലാവരും കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുവരുന്നു. വില്ലും അമ്പും ഒന്നും അവരുടെ കയ്യിലില്ല. ദൈവം എന്താ ചെയ്തത്? അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ 2 ദിനവൃത്താന്തം 20 വളരെ മനോഹരമായൊരു അധ്യായമാണ്. നിങ്ങൾ വീട്ടിൽ പോയി അത് വായിക്കുക. 22-ാം വാക്യത്തിൽ അവർ ദൈവത്തെ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ അവരുടെ ചുറ്റുമുള്ള ശത്രുക്കളെ മുഴുവനും ദൈവം തോൽപ്പിച്ചു. 2-ാം വാക്യത്തിൽ വായിക്കുന്ന ആ വലിയ സമൂഹത്തെ, അവരെ മുഴുവനും ദൈവം തോൽപ്പിച്ചു. യഹൂദിയർ മരുഭൂമിയിൽ വന്ന് നോക്കിയപ്പോൾ അവരെല്ലാവരും നിലത്ത് ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. അവരിൽ ഒരുത്തൻ പോലും അതിൽ നിന്ന് രക്ഷപ്പെട്ടില്ല. അതിൻ്റെ അർത്ഥം ഇതാണ്, നീ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം പോലും പരിഹരിക്കാതെ പോവുകയില്ല. ഈ വർഷം ഡിസംബർ 31-ന് ഈ സാക്ഷ്യമുള്ളവരായിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു? ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നവും പരിഹരിക്കാതെ ഇരുന്നില്ല എന്നുള്ള സാക്ഷ്യം. ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു വർഷം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇല്ല, നാം ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം നാം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കും. 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ ഇത് വളരെയധികം അനുഭവിച്ചു. ഇന്ന് ചൈനയിൽ അവരെ പല വിധത്തിലുള്ള ഉപദ്രവങ്ങൾ അനുഭവിക്കുന്നുണ്ട്. വളരെ രഹസ്യമായി ആരും അറിയാതാണ് കൂട്ടായ്മ കൂടുന്നത്. അവരെ പിടിച്ച് ജയിലിലിടാറുണ്ട്. അവർ പീഡിപ്പിക്കപ്പെടും. ആദ്യത്തെ 2-3 നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികൾ ഇതുപോലെ വളരെയധികം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കെത്രയോ സുഖസൗകര്യമാണ്. എനിക്കറിയില്ല നാളെ ഇന്ത്യയിലും ഇങ്ങനെ സംഭവിക്കാം. നോർത്ത് ഇന്ത്യയിൽ ഇന്നും അനേക ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. സഭകൾ കത്തിക്കാറുണ്ട്, പാസ്റ്റർമാരെ കൊല്ലാറുണ്ട്. സൗത്ത് ഇന്ത്യയിൽ ഇതുവരെ അത് എത്തിച്ചേർന്നിട്ടില്ല. ആദ്യത്തെ ആ 3 നൂറ്റാണ്ടുകൾ അവർക്കതൊരു വിഷയമായിരുന്നില്ല. എത്രമാത്രം അവർക്ക് ധൈര്യമുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ദൈവം അവരുടെ ഉള്ളിൽ വളരെ ധൈര്യം നൽകി. അതുകൊണ്ടാണ് ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ അമിത ബലത്തിൽ നിങ്ങൾ നിറഞ്ഞിരിക്കുക. നിങ്ങളുടെ ശക്തി കൊണ്ട് ഇത് നിങ്ങൾക്ക് കഴിയില്ല. ഈ ക്രിസ്ത്യ ജീവിതം നടത്താനായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമാണ്, പ്രസംഗിക്കാനല്ല. പ്രസംഗത്തിനുള്ള വരം നിങ്ങൾക്കില്ലായിരിക്കും. നിങ്ങളിൽ 99.9% അനുവിളിക്കപ്പെട്ടവരല്ല. ശരിയാണ്, നിങ്ങൾക്ക് പ്രസംഗിക്കാനായിട്ട് ദൈവത്തിൻ്റെ അഭിഷേകം വേണം. എന്നാൽ അതിനപ്പുറത്ത് നിങ്ങൾക്ക് അഭിഷേകം വേണ്ടിയത് ഈ ക്രിസ്ത്യ ജീവിതം ജീവിക്കാനാണ്. പ്രസംഗിക്കുന്നവർക്ക് മാത്രമല്ല പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വേണ്ടത്. പരിശുദ്ധാത്മാവിൽ നിറയണമെന്ന് എഴുതിയിരിക്കുന്നത് എഫേസ്യ ലേഖനം 5:18 അവിടെ അത് പറയുന്നത് ഭാര്യമാരെ ഭർത്താക്കന്മാരെ അനുസരിപ്പിനെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുക. എന്തിനാ പരിശുദ്ധാത്മാഭിഷേകം? പ്രസംഗിക്കുന്നതിനെ പറ്റിയേ അല്ലത് പറയുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവഭയത്തിൽ വളർത്താൻ. എഫേസ്യ ലേഖനം 6 ഇതുപോലുള്ള കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്, 5ഉം 6ഉം അധ്യായങ്ങളിൽ. അതുകൊണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയേണ്ടത് നിങ്ങളുടെ സാധാരണ ക്രിസ്ത്യ ജീവിതത്തിനാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഓഫീസിലും വീട്ടിലും സാധാരണ ക്രിസ്ത്യ ജീവിതം നടത്താനായിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും പരിശുദ്ധാത്മാവിനെ അന്വേഷിക്കുന്ന ഒരാളാണോ? ഇല്ലെങ്കിൽ ഇന്നു മുതൽ അതിനെ അന്വേഷിക്കുക. നിങ്ങൾ എഴുന്നേറ്റാലുണ്ടെ നിങ്ങളുടെ സ്വർഗീയ പിതാവിനോട് പറയുക, എന്നോടുള്ള അവിടുത്തെ സ്നേഹത്തിനായിട്ട് നന്ദി. ഇന്നെനിക്ക് അവിടുത്തെ ആത്മാവിൽ നിറയണം. എനിക്കൊരു അനുഭവമല്ല, പാപത്തെ ജയിക്കാനുള്ള ശക്തിയാണ് എനിക്ക് വേണ്ടിയത്. എൻ്റെ നാവിനെ നിയന്ത്രിക്കാനുള്ള ശക്തി. യാക്കോബ് 3 വായിക്കുന്ന ആർക്കും തങ്ങളുടെ നാവിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. മൃഗങ്ങളെ നിങ്ങൾക്ക് പരിശീലിപ്പിക്കാൻ കഴിയും. നിങ്ങൾ സർക്കസിന് പോയാൽ പരിശീലിച്ച ആനയും സിംഹത്തെയും ഒക്കെ നിങ്ങൾക്ക് കാണാം.
എന്നാൽ നാക്കിനെ നിയന്ത്രിക്കാൻ മിക്ക ആളുകൾക്കും അറിയില്ല. ആ സിംഹത്തിനാണോ നാവിനാണോ ഏറ്റവും ബലമുള്ളത്? യാക്കോബ് 3 നാക്കിനെ സ്വാധീനമാക്കുക എത്ര പ്രയാസമാണെന്ന് നാം കാണുന്നു. അതിന് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കാണും. ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ആ ആദ്യ നാളിൽ തന്നെ അവരൊരിക്കലും പഠിക്കാഞ്ഞ മറ്റൊരു ഭാഷയിൽ അവർ സംസാരിക്കാൻ തുടങ്ങിയത്. അതിനെയാണ് നാം അന്യഭാഷയെ സംസാരിച്ചെന്ന് പറയുന്നത്. അതിനർത്ഥം പരിശുദ്ധാത്മാവ് അവരുടെ നാവിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. സംസാരിക്കാനുള്ള വാക്ക് അവർക്ക് കൊടുത്തു. അതിനർത്ഥം ഇതല്ല, പുറത്തുനിന്ന് ഒരാളെ നിയന്ത്രിച്ച് അവരെ കൊണ്ട് എന്തോ പറയിപ്പിക്കായിരുന്നില്ല. അത് മറ്റൊരു ഭാഷ പറയാനായിട്ട് അവർക്ക് ശക്തി കൊടുക്കായിരുന്നു. ഇപ്പം ദൈവവചനം പറയാൻ ദൈവം എനിക്ക് ശക്തി തന്നിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ അവർക്കറിയാത്തൊരു ഭാഷ പറയാൻ ദൈവം അവർക്ക് ശക്തി കൊടുത്തു. നാക്ക് വളരെ പ്രധാനമാണെന്ന് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. സ്വർഗത്തിൽ നിന്ന് അഗ്നിനാവ് അവർക്ക് പ്രത്യക്ഷമായി. ആ 120 പേരുടെ മേലും ഈ അഗ്നിനാവുകൾ പ്രത്യക്ഷമായി. അതിനകത്തെ സന്ദേശം എന്താണ്? അവർ അന്യഭാഷ സംസാരിച്ചു, അഗ്നിനാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ദൈവം പറയുകയാണ്, പഴയ നിയമത്തിൽ ദൈവം പല പല ഉപകരണങ്ങൾ ഉപയോഗിച്ചു. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവം മറ്റ് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെക്കാളും ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് മനുഷ്യൻ്റെ നാവാണ്. അതായിരുന്നു പെന്തക്കോസ്തിലെ സന്ദേശം. അതുകൊണ്ടാണ് പിശാച് നാവിനെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നത്. പഴയ കാലത്ത് അവർ ശത്രുക്കളുടെ ആയുധങ്ങളെ നിർവീര്യമാക്കുമായിരുന്നു. നാം കാണുന്നു ഫെലിസ്ത്യർ ഇസ്രയേലുമായിട്ട് യുദ്ധം ചെയ്യുമ്പം അവരുടെ കുന്തവും വാളും ഒക്കെ മൂർച്ച കൂട്ടുവാനുള്ള ആരം ഇസ്രയേൽ മക്കളിൽ നിന്ന് എടുത്തു മാറ്റും. അങ്ങനെ ഇസ്രയേൽ മക്കൾക്ക് അവരുടെ കുന്തവും വാളും ഒന്നും മൂർച്ച കൂട്ടാനുള്ള മാർഗമില്ലാതായി. അത് ശത്രുവിൻ്റെ ഒരു തന്ത്രമായിരുന്നു. അതുതന്നെയാണ് പിശാച് ചെയ്യുന്നത്, അവരുടെ നാവുകളെ നിർവീര്യമാക്കുക. അങ്ങനെ അവരുടെ നാവ് ദൈവത്തിനായിട്ട് ഉപയോഗിക്കാൻ കഴിയാതാക്കുക. അവരെ കൊണ്ട് കള്ളം പറയിപ്പിക്കുക, അവരുടെ ഭർത്താവിനോടും ഭാര്യയോടും ഓഫീസിലുള്ളവരോടും ഒക്കെ വഴക്കടുപ്പിക്കുക. അങ്ങനെ അവരുടെ നാവിനെ ഒരിക്കലും ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയാതാക്കുക. ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആ പ്രധാന അവയവം, അതാണ് പെന്തക്കോസ്തിലെ സന്ദേശം. അഗ്നിനാവും അന്യഭാഷയും. ചെവിയോ കയ്യോ കണ്ണോ അല്ല, അതെല്ലാം നല്ലതാണ്. എന്നാൽ നാവ്. അതുകൊണ്ട് ഇവിടെ നാം കാണുന്ന അവരവരുടെ നാവ് ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിച്ചു, ദൈവം അവരുടെ ശത്രുക്കളെ തോൽപ്പിച്ചു. ഇത് നമ്മുടെ ബുദ്ധി ഉപദേശത്തിന് എഴുതിയതാണ്. മീഖയുടെ പുസ്തകത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നു. മീഖ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് ഒബക്യാവും യോനായും കഴിഞ്ഞ ശേഷം ഉടനെ വരുന്ന അധ്യായമാണ്. മീഖയുടെ പുസ്തകം അവിടെയാണ്, നാഹൂമിന് മുമ്പ്. മീഖയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ ഞാൻ നിങ്ങളോട് പറയാറുള്ളത് പോലെ ദയവായിട്ട് ഈ ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ വായിക്കുക. സ്വർഗത്തിൽ ചെന്ന് നിങ്ങളവരെ കാണുമ്പോൾ അവർ ചോദിക്കും, നീ എൻ്റെ പുസ്തകം വായിച്ചോ? ഞാൻ വായിച്ചു സഹോദര. അതോ ഇല്ലെന്ന് പറയുമോ? അവൻ ചോദിക്കും, 2 താളുകൾ ഉള്ളായിരുന്നല്ലോ, അത് നീ വായിച്ചില്ലേ? ഒബദ്യ ഒരു പുറമേ എഴുതിയുള്ളൂ. അവനെ കാണുമ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നരുത്. ഓക്കെ, മീഖയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ 8-ാം വാക്യം, പഴയ നിയമത്തിലെ ഏറ്റവും മനോഹരമായ വാക്യങ്ങളൊന്നാണിത്. 2 ദിനവൃത്താന്തം 20 പോലെ. അതിൻ്റെ 12-ാമത്തെ വാക്യത്തെ പറ്റി നാം ചിന്തിച്ചല്ലോ. അതുപോലെ നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വായിച്ചല്ലോ, ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന്. അതുപോലെ 1 ശമൂവേൽ, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. നാം ഓർത്തിരിക്കേണ്ട മനോഹരമായ വാക്യങ്ങളാണിത്. പെട്ടെന്ന് നിങ്ങൾക്കത് ഓർത്തിരിക്കാൻ പറ്റത്തില്ലെങ്കിൽ അതിൻ്റെ അടിയിൽ ഒരു ചുവന്ന പേനയിലോ മറ്റോ അടിവരയിട്ട് നിങ്ങൾക്ക് സൂക്ഷിക്കാം. അങ്ങനെ നിങ്ങളുടെ വേദപുസ്തകം തുറക്കുമ്പോൾ നിങ്ങൾക്കത് കണ്ടെത്താൻ കഴിയും. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മീഖ 6-ന്റെ 8 അതുപോലെ മനോഹരമായ ഒരു വാക്യമാണ്. മനുഷ്യ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. നിനക്ക് നല്ലതെന്താ അതവൻ നിന്നെ കാണിച്ചു. നിന്നിൽ നിന്ന് എന്താണ് ദൈവം ആഗ്രഹിക്കുന്നു? പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഇങ്ങനെ തന്നെയാണ്. ശരിയായ കാര്യം ചെയ്യുക, ന്യായം പ്രവർത്തിക്കുക, ദയയുള്ളവനായിട്ടും കരുണയുള്ളവനായിട്ട് ഇരിക്കുക, നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടുകൂടി നടക്കുക. ഒന്നാമത് ഈ 3 കാര്യത്തെ പറ്റി ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ന്യായം പ്രവർത്തിക്കുക, ദയാതൽപരനായിരിക്കുക, ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടുകൂടി നടക്കുക. ഇത് 3 നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുമോ? മീഖ 6-ന്റെ 8. നിസ്സാരനായ മനുഷ്യ, അവൻ നിന്നോട് പറയുന്നു, പുല്ലിൻ്റെ പൂ പോലെ നീങ്ങിപ്പോകുന്ന മനുഷ്യ, മനുഷ്യനായ നീ നിത്യമായി വിലയുള്ളത് നിനക്ക് വേണം. ഒന്നാമത് ശ്രദ്ധിക്കുക, ന്യായം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ
കോടതിയിലിരിക്കുന്ന ഒരു ന്യായാധിപനെ പറ്റി ചിന്തിക്കുക. ന്യായം കോടതിയിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. ഒരു ന്യായാധിപൻ വളരെ നീതിമാനാണ്. അവനെ പറ്റിയുള്ള ആ ഖ്യാതി അവൻ്റെ രാജ്യത്ത് മുഴുവനുണ്ട്. ഏറ്റവും നീതിമാനായ ഒരു ന്യായാധിപൻ. തൻ്റെ മകനോ ബന്ധുക്കൾക്കോ ആരോടും ഒരിക്കലും പക്ഷപാതം കാണിക്കാത്ത ഒരു ന്യായാധിപൻ. പൂർണ്ണമായിട്ട് ന്യായം പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ. ന്യായം പ്രവർത്തിക്കുക, ന്യായമായിട്ടുള്ള കാര്യം ചെയ്യുക. അതിനർത്ഥം അവൻ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കണം. ആദ്യം നിങ്ങൾക്കറിയാമോ, പലപ്പോഴും ഒരു ന്യായാധിപൻ ഒരു കേസിനെ പറ്റി 6 മാസവും മറ്റും കേട്ടുകൊണ്ടിരിക്കും. അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാദിക്കും. അവസാനമായിട്ട് ആ ന്യായാധിപൻ ആ ന്യായവിധി എഴുതും. ഞാൻ കേട്ടിട്ടുണ്ട് ഈ ന്യായവിധിയൊക്കെ ചിലപ്പം 500 പേജൊക്കെ കാണും. എന്നിട്ട് എൻ്റെ അവസാനം അവൻ പറയും, ഇതുകൊണ്ട് ഈ 500 പേജ് ഞാൻ കണ്ടെത്തത് ഇതാണ് എൻ്റെ നിഗമനം. ഈ വ്യക്തി ഈ കാര്യം ചെയ്തു, ഈ വ്യക്തി ഈ കാര്യം ചെയ്തില്ല. അവർ വന്ന് ഒരു ദിവസം എന്തൊക്കെ കേട്ടിട്ട് അതിൻ്റെ ന്യായവിധി പറയുകയല്ല. നമ്മളങ്ങനെയാണ്. നമ്മളെന്തെങ്കിലും കേൾക്കുന്നു, ആരെ പറ്റിയാ കേട്ട് അവനോട് പോലും നാം ചോദിക്കുകയില്ല. എന്നിട്ട് പുറത്തു പോയി നമ്മളെല്ലാവരോടും പറയും, ഓ നീ ഇതേപ്പറ്റി കേട്ടോ? ഒരു കോടതിയിലെ ന്യായാധിപനാകാൻ നീ യോഗ്യനാണോ? അവൻ 6 മാസം എടുത്ത് ഒരു കാര്യം കേട്ട് 500 പേജ് അതിനെപ്പറ്റി എഴുതി. എന്നിട്ടാണ് അവൻ അതിനെപ്പറ്റി വിധിക്കുന്നത്. ആ ന്യായാധിപൻ എന്നെ ലജ്ജിപ്പിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ എത്രയോ പ്രാവശ്യം തെറ്റ് ചെയ്തിരിക്കുന്നു. എന്തെങ്കിലും ഞാൻ കേട്ടു, അപ്പം തന്നെ ഞാൻ അതിനെ വിധിച്ചു. മറ്റേ ആളോട് ഞാൻ കേട്ടത് ശരിയാണോ എന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ. എന്നിട്ട് ഇങ്ങനെ ആയിരിക്കാം അത് സംഭവിച്ചെന്നൊക്കെ അതിനെപ്പറ്റി ചിന്തിക്കുന്നു. എന്നിട്ട് പെയ്യെ ഒരു വിധി മനോഭാവത്തിലെത്തുന്നു. നീ ചെയ്യരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ്. ഇന്ന് തൊട്ട് നിങ്ങളിങ്ങനെ ചെയ്യുമോ? എത്ര പെട്ടെന്നാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നാം ശിക്ഷിക്കുന്നത്. ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. പറയാൻ എനിക്ക് ലജ്ജയുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾ ചെറുതായിരുന്നപ്പം എനിക്ക് കോപത്തിന്മേൽ ജയമില്ലായിരുന്നു. അതുകൊണ്ട് ചിലപ്പം ഞാൻ കോപത്തോടെ അവരെ ശിക്ഷിക്കുമായിരുന്നു. പിന്നെ ടോയ്ലറ്റിൽ കയറി കരയുമായിരുന്നു, കർത്താവ് എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ശിക്ഷ ശരിയായിരുന്നു, എന്നാൽ കോപം തെറ്റായിരുന്നു. പിന്നീട് എൻ്റെ കുഞ്ഞുങ്ങൾ വളർന്നു വലുതായപ്പം ഞാൻ അവരോട് കോപിച്ചതിന് ക്ഷമ ചോദിച്ചു. പലപ്പോഴും വളരെ പെട്ടെന്ന് നാം മറ്റുള്ളവരെ ന്യായം വിധിക്കാറുണ്ട്. ഒരു കാര്യം കണ്ടാൽ വളരെ പെട്ടെന്ന് അതേപ്പറ്റി ന്യായവിധി നടത്തത്തില്ലെന്ന് ഈ കൊല്ലം നമുക്ക് തീരുമാനിക്കാം. ശ്രദ്ധിച്ച് ആ കാര്യം കേൾക്കുക. നിൻ്റെ ഓഫീസിൽ നീ മടങ്ങി വന്നപ്പം നിൻ്റെ ഭാര്യ തെറ്റായ ഒരു കാര്യം ചെയ്തോ? ഒരുപക്ഷെ അവളെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിന്നോട് പറയാൻ മറന്നുപോയി. കുതിച്ച് ചാടി നീ എന്താ ഇങ്ങനെ മറന്നുപോയെന്ന് ചോദിക്കരുത്. ആദ്യം കേൾക്ക്. ഒരുപക്ഷെ കുഞ്ഞുങ്ങൾക്ക് സുഖമില്ലായിരിക്കും, അല്ലെങ്കിൽ മറ്റു ചില കാര്യത്തിൽ അവൾ തിരക്കുള്ളവളായി. ഞാൻ ഒരു കാര്യം പറയാം. ആ വിവരം അവൾ പറയാഞ്ഞതുകൊണ്ട് ഈ ലോകം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. ലോകം പിന്നെയും പോകും. അവളത് നിന്നോട് പറയാഞ്ഞതുകൊണ്ട് നാളെ നീ മരിച്ചു പോവുകയൊന്നുമില്ല. ന്യായം പ്രവർത്തിക്കുക, ശരിയായത് ചെയ്യുക, ശ്രദ്ധിച്ച് കേൾക്കൂ. എവിടെയെങ്കിലും ഒരു കാര്യം കേട്ടാൽ ശ്രദ്ധിച്ചത് കേൾക്കുക. നീ ഒരു പിതാവാണെങ്കിൽ മറ്റേ ആളുകൾക്ക് ചെന്ന് അതെന്താണെന്ന് അറിയുക. അല്ലെങ്കിൽ സഭയിലെ ഒരു മൂപ്പനാകാം. ഇതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ? മറ്റേ ആൾ വന്ന് നിന്നോട് കള്ളം പറഞ്ഞായിരിക്കണമെന്നല്ല ഞാൻ പറയുന്നു. ഒരുപക്ഷെ അവരങ്ങനെ ആയിരിക്കാം കേട്ടത്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, നിങ്ങളിൽ ചിലർ കേട്ടിട്ടുണ്ടായിരിക്കാം. കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. അനേക വർഷങ്ങൾക്ക് മുമ്പ് ക്യാമ്പസ് ക്രൂസൈഡിൻ്റെ ആ സൈറ്റിൽ നമുക്കൊരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. തുറസായ സ്ഥലം. കോൺഫറൻസ് കഴിഞ്ഞ ശേഷം ആളുകൾ കൂടി തുറന്ന ആ സ്ഥലത്തിരിക്കുമായിരുന്നു. കുറച്ച് ചെറുപ്പക്കാരവിടെ കൂടിയിരിക്കണം. അവിടുന്ന് പുക ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ നടുവിൽ നിന്നാണ്. അതിലേ കൂടി വന്ന ഒരു ചെറിയ കുട്ടി, ഒരുപക്ഷെ അവന് 10 വയസ്സ് കാണും. ഓ, CFCയിലുള്ള ഈ സഹോദരന്മാർ പുക വലിക്കുക. അവൻ പോയി അവൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇവർ പുക വലിക്കുന്നത് ഞാൻ കണ്ടു. ആ ഇരുന്ന കൂട്ടത്തിൽ എൻ്റെ ഒരു മാനം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ അമ്മ അവള് ഭോഷത്വമായി ആ സഹോദരി ഇന്ന് നമ്മുടെ സഭയിലുള്ള സഭ വിട്ടുപോയി. ഓടി നടന്ന് എല്ലാവരോടും പറഞ്ഞു. ആ ചെറുപ്പക്കാരെ പുക വലിക്കുകയായിരുന്നു. ഞാനും കേട്ടു. അങ്ങനെ ഞാൻ എൻ്റെ മകനോട് ചോദിച്ചു, അവിടെ എന്താണ് സംഭവിച്ചത്? അവൻ പറഞ്ഞു, ഞങ്ങളവിടെ ഇരിക്കുമ്പം അവിടെ ഒത്തിരി കൊതുകുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒരു കൊതുക് തിരി കത്തിച്ചു വെച്ചു. നമുക്കറിയാലോ, കൊതുകിനെ ഓടിക്കാൻ നമ്മൾ കത്തിച്ചു വെക്കുന്ന ആ തിരി. ആ തിരിയിൽ നിന്നൊരു പുക വരും. അതാണ് ഈ കൊതുകിനെ ഓടിച്ച് കളയുന്നത്.
ദൂരെ നോക്കിയാൽ ആരോ പുക വലിക്കുന്ന പോലെ തോന്നും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, ഈ ന്യൂസെല്ലാം നീ മറ്റുള്ളവരോട് പറഞ്ഞ ശേഷം നിനക്കത് തിരിച്ചെടുക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ ഒരു കള്ളമാണെന്ന് എല്ലാവരോടും പറയുമോ? അവളത് പറഞ്ഞില്ല. അവിടെ നിങ്ങളും അനുവദിച്ചില്ല. ഇത് നമുക്ക് ഇങ്ങനെ വേണേൽ പറയാം, ധാരാളം പഞ്ഞിയുള്ള ഒരു തലവണ. നിങ്ങളൊരു ദിവസം ആ തലവണ തുറന്ന് പഞ്ഞിയെല്ലാം പുറത്തേക്ക് പറപ്പിച്ചു കളയും. നിങ്ങൾക്കത് പിന്നെ അകത്താക്കാൻ പറ്റുമോ? ഓരോ പഞ്ഞിയും പെറുക്കി അങ്ങനെ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇതുപോലെ ഒരു കഥ പറഞ്ഞു വരുത്തുന്നത് വളരെ അപകടകരമാണ്. അത് ആ തലവണ തുറന്ന് പഞ്ഞി പറത്തുന്നത് പോലാണ്. പിന്നെ അതെല്ലാം തിരിച്ച് ആ തലവണയിലാക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഏറ്റവും നല്ലത് ആ തലവണ തുറന്ന് അതിലെ പഞ്ഞി ചുറ്റുപാടും വിതറാതിരിക്കുന്നതാണ്, ആ കഥ പരത്താതിരിക്കുന്നത്. നമുക്കെല്ലാം ഇതിന് വലിയ ആഗ്രഹമാണ്. ആ കഥ പറയുന്ന ഒന്നാമത്തെ ആള് ഞാനായിരിക്കണം, പ്രത്യേകിച്ച് അതൊരു മോശം വാർത്തയാണെങ്കിൽ. സുവിശേഷം ഒരു നല്ല വാർത്തയാണ്, അത് പരത്താനായിരിക്കണം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. എന്നെ കാണാനായിട്ട് ഈ വ്യക്തി വരുന്നു, അവനൊരു ക്രിസ്ത്യാനിയല്ല, അവന് വേണ്ടി യേശു മരിച്ചെന്നുള്ള ഈ നല്ല വാർത്ത അവൻ കേട്ടിട്ടില്ല. അവൻ നരകത്തിലേക്ക് പോകാൻ പാടില്ല, സ്വർഗത്തിലേക്ക് പോകണം. ഇതാണ് ഏറ്റവും നല്ല വർത്തമാനം. ഈ വാർത്ത പരത്താനായിട്ട് നിങ്ങൾ എത്ര ഉത്സാഹമുള്ളവനാണ്. സുവിശേഷം അറിയിക്കാനുള്ള വരമല്ല ദൈവം പ്രാഥമികമായിട്ട് എനിക്ക് തന്നിരിക്കുന്നത്, എങ്കിലും ഞാനത് ശ്രമിക്കാറുണ്ട്. ഞാനൊരു സുവിശേഷനല്ലെങ്കിലും കർത്താവിൻ്റെ ഒരു സാക്ഷിയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ എൻ്റെ സാക്ഷികളാവും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന് നിങ്ങൾ എൻ്റെ ഒരു സാക്ഷിയാവും. ഞാൻ എവിടെയായിരുന്നാലും അവിടെ ഞാൻ താമസിക്കുന്ന ഒരു ഹോട്ടലിലോ അങ്ങനെ എവിടെ ആയാലും, ഇപ്പം ഞങ്ങളൊരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്, അവിടെ ഒരാളെ ആ റിസപ്ഷൻ ഡെസ്കിൽ സാധാരണ ഇരിക്കാറുണ്ട്. ഒന്നാമത്തെ ദിവസം തന്നെയല്ല, കുറേശ്ശെ സൗഹൃദം സ്ഥാപിച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവ് എനിക്കൊരു അവസരം തരണേ. ഒരു ദിവസം ഞാൻ ഒരു ലഘുലേഖ കൊടുത്തു, അവൻ്റെ രക്ഷയ്ക്കായിട്ടുള്ളൊരു സന്ദേശം. മറ്റൊരു ദിവസം ഒരാൾ, അവൻ ക്രിസ്ത്യാനിയല്ല, ഞങ്ങളുടെ റൂമിൽ വന്നു. ഇൻ്റർനെറ്റിലെ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ്. ഞങ്ങളുടെ കുടുംബ ഫോട്ടോ അവിടെ ഉണ്ടായിരുന്നു. ഓ, ഇത് നിൻ്റെ കുടുംബമാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് ധാരാളം കൊച്ചുമക്കളുണ്ട്. ദൈവം ഒരു വഴി തുറന്നു. ഞാൻ പറഞ്ഞു, ദൈവം എനിക്ക് നല്ലവനായിരുന്നു. അവന് സുവിശേഷം കൊടുത്തു. അവൻ പോയപ്പോൾ അവനൊരു ചെറിയ പുസ്തകം കൊടുത്തു. എൻ്റെ വീട്ടിൽ വന്നതുകൊണ്ട് അവൻ അനുഗ്രഹിക്കപ്പെടുന്നു. എപ്പോഴും നമുക്ക് ചുറ്റും പല ആളുകളുണ്ട്. ഞാൻ പറയുന്നത് അവരെ അടിച്ചേൽപ്പിക്കണമെന്നല്ല, കർത്താവെ ഒരു വഴി തുറന്നു തരണമെന്ന് പറയുക. എല്ലാവരോടും ഞാൻ സാക്ഷ്യം പറയാറില്ല. ഞാനൊരു ബസ്സിലോ അല്ലെങ്കിൽ ഒരു ട്രെയിനിലോ അല്ലെങ്കിൽ ഒരു വിമാനത്തിലോ ഞാൻ പറയും, കർത്താവെ അവിടുത്തെ ഇഷ്ടമെങ്കിൽ സാക്ഷ്യം പറയാനൊരു അവസരം തരണേ. ഒരിക്കൽ ഒരാൾ എൻ്റെ അടുത്തിരുന്നപ്പോൾ ഞാൻ ചെയ്തത് ഇങ്ങനെയായിരുന്നു. എൻ്റെ മൊബൈലിൽ നിന്ന് ഞാൻ ബൈബിൾ തുറന്നു. ചിലപ്പം നിങ്ങൾ മൊബൈലിൽ നോക്കുമ്പോൾ അടുത്തിരിക്കുന്ന ആൾ ഇവൻ എന്താ മൊബൈലിൽ വായിക്കുന്ന അറിയാനുള്ള ആഗ്രഹത്തോടെ നോക്കും. എൻ്റെ അടുത്തിരുന്ന ആൾ എൻ്റെ മൊബൈലിലേക്ക് നോക്കി, ഇവൻ ബൈബിൾ വായിക്കുന്നു. അവൻ എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവൻ എന്നോട് സംസാരിക്കും. അവൻ അവിടെ ആയിരുന്നെങ്കിൽ അവൻ്റെ ഭാര്യ മറ്റൊരു സീറ്റിലാണ് ഇരുന്നത്. അവനിത് കണ്ടതും അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അവൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇവിടെ വന്നിരിക്കാൻ. ശരി, ഞാൻ എൻ്റെ വായി തുറന്നില്ല, എന്നാൽ എനിക്ക് മനസ്സിലായി ഇവൻ അതിൽ താല്പര്യമില്ല. നിങ്ങൾ കർത്താവിനോട് ചോദിച്ചാൽ കർത്താവ് കാണിച്ചു തരും ഈ വ്യക്തിക്ക് ഈ കാര്യത്തിൽ താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന്. ഞാൻ അവൻ്റെ മേലെ എന്തെങ്കിലും അടിച്ചേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, എപ്പോഴും തയ്യാറായിരിക്കുക. കർത്താവെ, അവിടുത്തെ ഒരു സാക്ഷിയായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആരോടും വെളിച്ചം പ്രകാശിക്കട്ടെ. ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ ഞാനൊരു ട്രെയിനിലിരിക്കുകയാണ്. ഞാൻ ആ ട്രെയിനിൽ കയറിയിരുന്നു. ട്രെയിനെ ഓടാൻ തുടങ്ങിയിട്ടില്ല. ഇവിടെ ഈ ബാംഗ്ലൂരിലെ കാര്യമാണ്. അവിടെ ഒരാൾ ഇരിപ്പുണ്ട്. അത്ഭുതകരമായിട്ട് പെട്ടെന്ന് അവനോട് സുവിശേഷം പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അല്പനേരം മാത്രം. ട്രെയിൻ അതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. മറ്റാരും ആ കമ്പാർട്ട്മെൻറ്റില്ല. ആരും ട്രെയിനിൽ കയറിയിട്ടില്ല. അവനോട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടി. അല്പസമയം കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി അവൻ തെറ്റായ ഒരു കമ്പാർട്ട്മെൻറ്റിലാണ് ഇരിക്കുന്നത്. അവനോടൊന്ന് പോയി. ഞാൻ പറഞ്ഞു, നന്ദി കർത്താവേ ഈ അവസരം തന്നതിനാട്ട്. കാരണം അതുകൊണ്ട് അവൻ സുവിശേഷം കേട്ടു. ഇതുപോലെ മനോഹരമായ ചില അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പേ ഞാനൊരു പാർക്കിൽ ചെന്നപ്പം അവിടെ വളരെ പ്രായമായ ഒരാൾ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ അവൻ്റെ അടുത്ത് പോയിരുന്നു. അത് നോർത്ത് ഇന്ത്യയിലാണ്. ഞാൻ അവനോട് ഹിന്ദി സംസാരിച്ചു. അവനോട് സുവിശേഷം പറഞ്ഞു.
പ്രിയ സഹോദരിമാരെ, എപ്പോഴും തയ്യാറായിട്ടിരിക്കുക. നിന്നിലുള്ള പ്രത്യാശയെക്കുറിച്ച് ചോദിക്കുന്ന ഏവനോടും ഉത്തരം പറയാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കണമെന്ന് 1 പത്രോസിലാണ് ഈ വാക്യം. എപ്പോഴും തയ്യാറായിരിക്കും. 1 പത്രോസ് 3-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ പ്രത്യാശയെക്കുറിച്ച് ചോദിക്കുന്ന ഏവനോടും എപ്പോഴും ഉത്തരം പറയാൻ തയ്യാറായിരിക്കാം. ഒരുപക്ഷെ അവർ ചോദിച്ചില്ലായിരിക്കാം. എന്നെ എപ്പോഴും ഉത്സാഹിപ്പിക്കാറുള്ള മറ്റൊരു കാര്യം, അത് യോസെഫ് അവൻ എങ്ങനെയാണ് ജയിലിൽ നിന്ന് പുറത്തു വന്നത് നിങ്ങൾക്കറിയാമോ? ഇത് കേൾക്കുക. ജോസഫ് എങ്ങനെയാണ് ജയിലിൽ നിന്ന് പുറത്തു വന്നത്? തെറ്റായ കുറ്റം ചുമത്തി 30 കൊല്ലം അവൻ മിസ്രൈമിലെ ജയിലിലായിരുന്നു. എന്നാൽ അവൻ ആ ജയിലിലിരുന്ന് തൻ്റെ സഹോദരന്മാരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു. ദൈവത്തിനെതിരെയും പരാതിപ്പെട്ടിരിക്കുകയല്ലായിരുന്നു. അവന് റോമാലേഖനം 8:28 അറിയത്തില്ലായിരുന്നു. കാരണം അതൊന്നും എഴുതപ്പെട്ടിരുന്നില്ല. ദൈവമാണ് സകലവും നിയന്ത്രിക്കുന്നത് നാം വിശ്വസിച്ചു. അവൻ നേരുള്ളവനായിരുന്നു. അവൻ വ്യഭിചാരം ചെയ്യാനായിട്ട് വിസമ്മതമുള്ളവനായിരുന്നു. അങ്ങനെ അവൻ ജയിലിലായി. അവൻ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നതുകൊണ്ട് അവൻ മറ്റുള്ളവരെ കുറിച്ചാണ് വിചാരപ്പെട്ടത്. അവൻ 2 പേരും നിരാശപ്പെട്ടിരിക്കുന്നത് കണ്ടു. അവൻ അവരുടെ അടുക്കൽ ചെന്ന് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്നത്? അവര് കണ്ട സ്വപ്നത്തെപ്പറ്റി പറഞ്ഞു. അവൻ ആ സ്വപ്നത്തിൻ്റെ അർത്ഥം അവരോട് പറഞ്ഞു. അവർ കണ്ട സ്വപ്നം നിറവേറി. ഫറവോന്റെ പാനപാത്രവാഹകൻ ഫറവോന് അവനെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. 2 വർഷത്തിന് ശേഷം അവൻ യോസഫിനെ മറന്നു. ഞാൻ അന്യായമായിട്ടാണ് ജയിലിൽ കിടക്കുന്ന ഫറവോനോട് പറയണമെന്നോ പറഞ്ഞാണ്. അവൻ പൂർണ്ണമായിട്ട് മറന്നു. ആളുകൾ നന്ദിയില്ലാത്തവരാണ്. എന്നാൽ തക്ക സമയത്ത് അത് ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നു. ദൈവത്തിൻ്റെ തീരുമാനം യോസഫ് 30 വയസ്സുള്ളപ്പോഴാണ് മിസ്രൈമിലെ ഭരണാധികാരിയാകേണ്ടത്. ഇപ്പോൾ അവന് 28 വയസ്സുള്ളൂ. അതുകൊണ്ട് ദൈവം അനുവദിച്ചു 2 കൊല്ലം അവനെ മറന്നു കളയാൻ. ഫറവോൻ ആ സ്വപ്നം ഉണ്ടായപ്പോഴാണ് അവൻ ഓർത്തത്, 2 കൊല്ലം മുമ്പ് എൻ്റെ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞ ഒരാളുണ്ടല്ലോ. ഫറവോൻ പറഞ്ഞു അവനെ കൊണ്ടുവരിക. അങ്ങനെയാണ് യോസഫ് മിസ്രൈമിലെ ഭരണാധികാരിയായി മാറിയത്. അനേകം നാളുകൾ, 100 കൊല്ലത്തോളം അങ്ങനെയാണ് അവനവൻ്റെ കുടുംബത്തെ അവിടെ കൊണ്ടുവന്നത്. എന്നാൽ ഇതെല്ലാം ആരംഭിച്ചത് എങ്ങനെയാണ്? അത് ആരംഭിച്ചത് അവൻ 2 ആളുകൾ നിരാശരായിരിക്കുന്നു കണ്ടു. അവൻ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് നിരാശരായിരിക്കുന്നു? ഞാനതേപ്പറ്റി ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ എന്തെങ്കിലും വായിക്കുമ്പോൾ ഞാനത് എൻ്റെ കാര്യത്തിൽ തന്നെ കൊണ്ടുവരും. ഞാൻ ജോലി ചെയ്യുന്നിടത്ത് ഒരാൾ നിരാശനായിരിക്കുന്നത് ഞാൻ കണ്ടാൽ, ഞാൻ ഓർക്കുന്നു, ഞാൻ ഷിപ്പ് ജോലി ചെയ്യുമ്പോൾ 2 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ സംസാരിച്ച് ആളുകൾ രക്ഷയിലേക്ക് വന്ന ഒരാളൊരു ഹിന്ദുവും മറ്റേ ആളൊരു സാധാരണ ക്രിസ്ത്യാനി. അല്പം ഉണർന്നിരുന്നാൽ മതി. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഓഫീസിലുള്ള ഒരാൾ അല്പം നിരാശനായിട്ട് കാണപ്പെടുന്നു. നിങ്ങൾ അവൻ്റെ അടുക്കിലേക്ക് ചെന്ന് അവനോട് ചോദിക്കുക, നീ എന്തോ ബുദ്ധിമുട്ടിലാണോ? എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റുമോ? നീ അവനോട് പ്രസംഗിക്കല്ല, അവനോട് നല്ലവനായിരുന്നാൽ മതി. വാതിൽ സാവകാശം തുറക്കും. നീ തള്ളി തുറക്കണ്ട. നീ ഒരാളുടെ വീട്ടിൽ ചെന്നാൽ കതകിൽ മുട്ടും, തള്ളി തുറക്കില്ല. ഇങ്ങനെയാണ് മുട്ടുന്നത്. ബായ്, നീ എന്തോ പ്രശ്നത്തിലാണോ? എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റുമോ? അതാണ് ആ കതകിൽ മുട്ടുന്നത്. കതക് തുറന്നെങ്കിൽ അകത്തേക്ക് പ്രവേശിക്കുക. സുവിശേഷം കൊടുക്കുക. ആളുകളിലെത്താനായിട്ട് വളരെ മനോഹരമായ വഴികളുണ്ട്. ഞാൻ ഇതായിരുന്നല്ലോ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളൊരു കാര്യത്തെ പറ്റി കേൾക്കുമ്പോൾ നീതിയുള്ളവനായിരിക്കുക. അതേപ്പറ്റി പെട്ടെന്ന് വിധിക്കരുത്. എന്നാൽ സൂക്ഷ്മത ഉള്ളവനായിരിക്കുക. ആ ആള് ജയിലിലായിരിക്കാം. ഒരുപക്ഷെ അവൻ അന്യായമായിട്ടായിരിക്കും അവിടെ കിടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു കാര്യം വായിക്കുകയായിരുന്നു. അതെന്നെ സ്വാധീനിച്ചു. എയ്ഡ്സ് എന്ന മാരകമായ രോഗം ബാധിച്ച ഒരാളെ പറ്റി നിങ്ങൾ കേൾക്കുന്നു. പെട്ടെന്ന് ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്? ഇത് കേൾക്കുമ്പോൾ പണ്ട് എൻ്റെ മനസ്സിലേക്ക് വന്നാൽ എന്താണെന്ന് എനിക്കറിയാം. പ്രകൃതി വിരുദ്ധമായ ലൈംഗികതയിൽ ഏർപ്പെട്ട അദ്ദേഹത്തിന് ലഭിച്ച സ്വാഭാവിക ശിക്ഷ. ഇങ്ങനെയാണ് ആ രോഗം തുടങ്ങിയത്, ഇങ്ങനെയുള്ള തെറ്റായ കാര്യം ചെയ്തുകൊണ്ട്. പിന്നെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയത്, ഒരു പിഞ്ചു കുഞ്ഞിനെ എയ്ഡ്സ് ഉള്ള ഒരാളെ കുത്തിയ അതേ സൂചി കൊണ്ട് അവനെയും കുത്തിവെച്ചാൽ ആ കുഞ്ഞിനും എയ്ഡ്സ് ഉണ്ടാകും. അങ്ങനെ ഒരു കുഞ്ഞിന് എയ്ഡ്സ് ഉണ്ടാകും. അതുകൊണ്ട് ചിലർക്ക് എയ്ഡ്സ് ഉണ്ടാകുന്ന അവർ ഏതെങ്കിലും തെറ്റായ കാര്യം ചെയ്തുകൊണ്ടായിരിക്കില്ല. അതൊരു പക്ഷേ ഒരു നേഴ്സ് തെറ്റായിട്ട് എയ്ഡ്സ് ഉള്ള ഒരാളെ കുത്തിയ സൂചി കൊണ്ട് കുത്തിയതാകാം. ഞാൻ പറഞ്ഞു, കർത്താവേ എന്നോട് ക്ഷമിക്കണേ. എത്ര പെട്ടെന്നാണ് ഞാൻ ആളുകളെ വിധിക്കുന്നത്. അവൻ അതിന് യോഗ്യനാണ്, കാരണം അവൻ തെറ്റായ കാര്യം ചെയ്യുന്നവനാണ്. ഞാനതിൽ നിന്ന് പഠിച്ച കാര്യം, പെട്ടെന്ന് ആരെയും ഒരു കാര്യത്തിനും വേണ്ടി കുറ്റപ്പെടുത്താൻ പാടില്ല. അതങ്ങനെ ആയിരിക്കണമെന്നില്ല.
ഒരു പക്ഷേ അത് അശ്രദ്ധമായിട്ട് ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ടാകാം. ഞാൻ ഒന്ന് രണ്ട് സാധ്യതകളെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ വിധിക്കുന്ന അനേക മേഖലകളിലും ഇത് ബാധകമാണ്. ഒന്നാമത് ദൈവം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്താ? ന്യായം പ്രവർത്തിക്കുക. ധൃതി പിടിച്ച് ആരെയും വിധിക്കരുത്. മത്തായി 7:1 നാം വായിക്കുന്നുണ്ട്, വിധിക്കരുത്. വിധിക്കുന്ന ഏറ്റവും മോശമാണ്. മത്തായി 7:1 വായിക്കുന്നത് മനുഷ്യനെ വിധിക്കരുതെന്നാണ്. അവൻ എഴുതി വന്ന ഇതുകൊണ്ടാണ്? അല്ലല്ലല്ല, അത് കുത്തുവെച്ചുകൊണ്ടാണ്. അവൻ നിസ്സഹായനാണ്. ശരി, രണ്ടാമത്തെ കാര്യം, ദയ അല്ലെങ്കിൽ കരുണയുള്ളവനായിരിക്കുക. ഇവിടെ നിങ്ങൾ കാണുകയാണ്, ഒരാൾ ശരിക്കും ഒരു തെറ്റ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്യണം? കഠിനമായിട്ട് ആ മനുഷ്യനെ കുറ്റപ്പെടുത്തണമോ? ഇല്ല. നീ ഒരു തെറ്റ് ചെയ്തപ്പം ദൈവം നിന്നോട് എങ്ങനെയാണ് പെരുമാറിയത്? എത്രമാത്രം തെറ്റുകൾ! നമ്മളതിനെ തെറ്റെന്നാണ് വിളിക്കുന്നത്, ദൈവം അതിനെ പാവമെന്നാണ് വിളിക്കുന്നത്. എത്രമാത്രം കാര്യങ്ങൾ നമ്മൾ തെറ്റായി ചെയ്തു. ദൈവം പെട്ടെന്ന് നമ്മുടെ മേൽ ചാടി വീണോ? ഓ, ദൈവം അങ്ങനെ ചെയ്തെങ്കിൽ ഈ മീറ്റിങ്ങിൽ ആരും ഇരിക്കില്ലായിരുന്നു. ന്യായം പ്രവർത്തിക്കുക, ദയാതൽപരനായിരിക്കുക. ദയാതൽപരനായിരിക്കുക. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ പറഞ്ഞ പോലെ ഈ പുതിയ വർഷത്തിലേക്കുള്ള CFCയുടെ വാക്യം ഈ പുറകിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്ക് നിന്റെ കൂട്ടുകാരനോട് കരുണ തോന്നേണ്ടതല്ലയോ? മറ്റുള്ളവരോട് കരുണ കാണിക്കുക മാത്രമല്ല, നിന്നോടുള്ള ദൈവത്തിൻ്റെ കരുണയുമായിട്ട് നീ അത് തുലനം ചെയ്യുക. അങ്ങനെയാണ് അവിടെ പറയുന്നത്. നീ മറ്റുള്ളവരോട് കരുണ കാണിക്കേണ്ടത് ദൈവം നിന്നോട് അങ്ങനെ കരുണ കാണിച്ചത് അതുപോലെ തന്നെയാണ്. അത് വളരെ ഉയർന്ന നിലവാരമാണ്. എപ്പം ഞാൻ ആ നിലവാരത്തിലെത്തും? കർത്താവെ, അവിടേക്ക് എത്താൻ എന്നെ സഹായിക്കണേ. ക്രിസ്തുവിനെ പോലെ ആകാൻ നാം വാഞ്ചിക്കാറുണ്ട്. കൂടുതൽ ക്രിസ്തുതുല്യമാകാനായിട്ടുള്ള ഒരു വഴി ഇതാണ്. ഞാൻ പറയട്ടെ, യേശുവിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു പ്രത്യേക സംഭവം എന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അതറിയാം. ഞാൻ ഈ അടുത്ത സമയം വരെ അത് വേണ്ടവണ്ണം ധ്യാനിച്ചിട്ടില്ല. അത് കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിലാണ്. നിങ്ങൾക്ക് ആ സംഭവം അറിയാം. യോഹന്നാൻ 8:3 പരീശന്മാർ വ്യഭിചാരത്തിൽപ്പെട്ട ഒരു സ്ത്രീയുമായിട്ട് യേശുവിൻ്റെ അടുക്ക് വന്നു. അവളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവരെ യേശുവിനോട് പറഞ്ഞു, ഗുരു, ഇവളെ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചാണ്, അതിലൊരു സംശയമില്ല. ഞങ്ങൾ വായിക്കുന്നു മോശയുടെ ന്യായപ്രമാണത്തിൽ യേശു ഒരിക്കൽ ന്യായപ്രമാണം നിവർത്തിക്കാനാണ് ഞാൻ വന്നെന്ന് പറഞ്ഞ ആ പ്രമാണത്തെക്കുറിച്ചാണ് ഇവർ പറയുന്നത്. മത്തായി 5-ലാണത്. യേശുവെ, നീ എന്തിനാണ് വന്നത്? ന്യായപ്രമാണം നിവർത്തിക്കാനല്ലേ? നീ എന്തു പറയുന്നു? മോശ പറയുന്നു ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം. നീ എന്തു പറയുന്നു? യേശു ന്യായപ്രമാണത്തിനെതിരായിട്ട് പറയുമോ? ഇവളെ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചതാണ്, കുറ്റപ്പെടുത്തലല്ല, ആ കർമ്മത്തിൽ പിടിച്ചാണ്, ഒരു സംശയമില്ല. അതുകൊണ്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് യേശുവിന് പരിശോധിച്ച് നോക്കേണ്ട ആവശ്യമില്ല. ഇത്ര വ്യക്തമായ ഒരു കൽപ്പനയുള്ളപ്പം നിങ്ങൾ എന്തു ചെയ്യും? ദൈവകൽപ്പനയാണ്, ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം. യേശു ഇവിടെ നിൽക്കുകയാണ്. യേശു പറഞ്ഞു, അവൻ കുറച്ചു നേരം കാത്തിരുന്നു. പിതാവേ, ഞാൻ എന്തു പറയണം? ഞാൻ ഇതിൽ നിന്നൊരു പാഠം പഠിച്ചു. അവൻ നിലത്തെഴുതിക്കൊണ്ടിരിക്കുകയാണ്. പിതാവേ, ഞാൻ എന്തു പറയണം? പിതാവ് പറഞ്ഞു, അവരോട് പറയുക, നിങ്ങളിൽ പാവമില്ലാത്തവൻ ആദ്യത്തെ കല്ലെറിയട്ടെ. അതുകൊണ്ട് അവൻ പറഞ്ഞു. കേൾക്കുന്നത് എത്ര മനോഹരമാണ്! ഇവിടെ അവൾ പാപം ചെയ്യുമ്പോൾ തന്നെ അവളെ പിടിച്ചുകൊണ്ടുവന്നതാണ്. ഒരു സംശയവുമില്ല. ഈ പാപത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ദൈവവചനം തന്നെ പറയുന്നു. പിന്നെയും നിങ്ങൾ കർത്താവിനോട് ചോദിക്കുന്നു. ദൈവവചനം വ്യക്തമായി പറയുമ്പോൾ പിന്നെയും നിങ്ങൾ കാത്തിരിക്കണോ? വേണം. അതാണ് ഇവിടുന്ന് ഞാൻ പഠിച്ചത്. എന്തിനാണ് ഞാൻ ചോദിക്കേണ്ടത്? ദൈവവചനം മാറ്റാനല്ല. എങ്ങനെയാണ് ഈ ദൈവവചനം ഈ വ്യക്തിക്ക് വേണ്ടി ഇവിടെ ഉപയോഗിക്കേണ്ടത്? എൻ്റെ സ്വാഭാവിക പ്രതികരണം ശക്തമായി അത് അവൻ്റെ തലയിൽ അടിച്ചാക്കുകയാണ്. ദൈവവചനം നാം ഒരു ചുറ്റിക പോലെ ഉപയോഗിക്കും. പല പ്രസംഗകരും അങ്ങനെയാണ്. ഹെൽമറ്റ് ധരിച്ചു വേണം അവിടെ എല്ലാവരും വരാൻ. കാരണം ദൈവവചനം ഒരു ചുറ്റിക പോലാണ്. അല്ല. പിതാവെ, അങ്ങിങ്ങനെ വചനത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാനിതെങ്ങനെ പ്രയോഗിക്കണം? നിങ്ങളിൽ പാവമില്ലാത്തവൻ ആദ്യത്തെ കല്ലെറിയുക എന്നവരോട് പറയുക. എത്ര മനോഹരമായൊരു ഉത്തരം! ഇതുപോലെയുള്ള ഉത്തരങ്ങൾ ചിലപ്പോൾ എനിക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എന്നെ അത് വളരെ ഉത്സാഹിപ്പിച്ചിട്ടുണ്ട്.
കർത്താവിനായിട്ട് കാത്തിരിക്കുക ഒരു ഉത്തരത്തിനായിട്ട്. ഞാൻ ഓർക്കുന്നു ഒരിക്കൽ, ഒരുപക്ഷെ ഞാനിത് പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അമേരിക്കയിലുള്ള ഒരു സഭയിൽ ഞാൻ ഒരിക്കൽ പോയി. ആ സഭയിലുള്ള എല്ലാവരും താടി നീട്ടി വളർത്തിയവരാണ്, സ്ത്രീകൾ ഒഴികെ എല്ലാ പുരുഷന്മാരും. അത് അവരുടെ ഒരു നിയമമാണ്. അവര് ആരും തന്നെ കാർ ഉപയോഗിക്കത്തില്ല. അവർ സഞ്ചരിക്കുന്നത് കുതിര വണ്ടിയിലാണ്. അമേരിക്കയിൽ വെച്ച് കുതിരവണ്ടിയിൽ യാത്ര ചെയ്യുന്നത് അവിടെ വെച്ചാണ്. ഉച്ചഭക്ഷണത്തിന് സമയത്ത് എല്ലാവരും ഇരിക്കുകയാണ്, എല്ലാവരും താടി വെച്ചവരാണ്. അവരുടെ 1-2 മീറ്റിങ്ങുകളിൽ ഞാൻ സംസാരിച്ചു. ചിലർക്ക് ഉത്സാഹമായി, ചിലർക്ക് എന്നോട് വളരെ കോപമായി. കാരണം പാപത്തിൻ്റെ നേരെ ഞാൻ വളരെ ശക്തമായിട്ട് അവിടെ സംസാരിച്ചു. അവരുടെ കോപം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അവർക്കറിയില്ല. എന്നാൽ അവരെന്നെ ചെറുതാക്കാൻ ആഗ്രഹിച്ചു. അതിലൊരാൾ എന്നോട് ചോദിച്ചു, സാക് ബ്രദറെ, ദൈവം നിന്റെ മുഖത്ത് മീശ തന്നത് ദൈവത്തിൻ്റെ ഒരു തെറ്റാണെന്നാണോ നീ വിചാരിക്കുന്നത്? അതോ നീ അത് ഷേവ് ചെയ്ത് തെറ്റ് ചെയ്യുകയായിരുന്നോ? അവർ പറഞ്ഞു, അവരാ തെറ്റ് ചെയ്യാറില്ല, അവർ താടി വടിക്കാറേയില്ല. ഇവിടെ യേശുവിനോട് ചോദിച്ച പോലെ തന്നെയാണ്. ഞാൻ നിലത്ത് കുത്തിക്കുറിച്ചില്ല. ഞാൻ ചോദിച്ചു, കർത്താവ് ഇവിടെ എന്തു പറയും? കർത്താവ് എനിക്കൊരു ഉത്തരം തന്നു. നിങ്ങളുടെ വിരലുകളിൽ ഒരു നഖം തന്നുകൊണ്ട് കർത്താവ് ഒരു തെറ്റ് ചെയ്തതാണോ, അതോ അത് വളർന്നു വരാതെ നിങ്ങൾ ആ നഖം വെട്ടിക്കളഞ്ഞതാണോ തെറ്റ്? ആ ഭക്ഷണം കഴിച്ചു തീരുന്നത് വരെ ആരും മിണ്ടിയില്ല. ആ സംഭവം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ദൈവത്തിന് എപ്പോഴും ശരിയായ ഉത്തരം നിങ്ങൾക്ക് തരാൻ കഴിയും. അവരെ അത് മുറിപ്പെടുത്താനല്ല പറഞ്ഞത്, അവരെന്നെ അടിച്ചു താഴ്ത്താനാണ് നോക്കിയത്. ദൈവവചനത്തിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ വളരെ ശാന്തമായിട്ടാണ് പറഞ്ഞത്. ഞാനത് പിന്നെയും പറഞ്ഞില്ല. ഞാൻ അതിൽ തന്നെ പിടിച്ചു തൂങ്ങി കിടന്നില്ല. നമ്മൾ പറഞ്ഞ ഒരു കാര്യം ചെയ്യിക്കാനായിട്ട് പിന്നെയും നമ്മത് പറയും. ഇല്ല, ഞാനത് പറഞ്ഞ ശേഷം അത് വിട്ടു. ആ വിഷയം തന്നെ വിട്ടു, മറ്റു കാര്യങ്ങളിലേക്ക് പോയി. എന്നാൽ അവർക്കതിൻ്റെ സന്ദേശം കിട്ടി. ഇവിടെ യേശു പറഞ്ഞു കേട്ട് എല്ലാവരും അവരുടെ വഴിക്ക് പോയി. ആരും കല്ലെറിഞ്ഞില്ല. എന്നാൽ ഒരാൾ ബാക്കിയുണ്ടായിരുന്നു, ഒരിക്കലും പാപം ചെയ്യാഞ്ഞ ഒരാൾ, യേശു. അവൻ തന്നെയാണ് പാപം ചെയ്യാത്തവൻ ആദ്യത്തെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. ഇപ്പം 2 കൽപ്പനകൾ അവിടെ ഉണ്ട്. ഒന്ന് പഴയ നിയമത്തിൽ മോശ പറഞ്ഞ കൽപ്പന, ഇപ്പം യേശു തന്നെ പറഞ്ഞ പുതിയ നിയമത്തിലെ കൽപ്പന. നിങ്ങൾ എന്തു ചെയ്യും? കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ള പഴയ നിയമത്തിലെ വ്യക്തമായിട്ട് കൽപ്പന. അവൻ പറഞ്ഞു, ആരും നിന്നെ കുറ്റം വിധിച്ചില്ലയോ? യോഹന്നാൻ 8:10. അവൾ പറഞ്ഞില്ല കർത്താവേ. അവൾ മാനസാന്തരപ്പെട്ടു എന്നുള്ളത് വ്യക്തമാണ്. യേശു ക്രിസ്തു പറഞ്ഞ ഈ മനോഹരമായ വാക്കുകൾ കേൾക്കുക. പഴയ നിയമത്തിൽ മോശ പറഞ്ഞ വ്യക്തമായ ഒരു കൽപ്പനയും അവൻ തന്നെ കൊടുത്ത മറ്റൊരു വ്യക്തമായ കൽപ്പനയും. ഞാനും നിന്നെ കല്ലെറിയുന്നില്ല, ഞാനും ശിക്ഷ വിധിക്കുന്നില്ല. യേശു ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുന്നവനാണെന്നൊരു പരീക്ഷന് പറയാൻ കഴിയും. ചിലപ്പോൾ നമ്മളും ഇങ്ങനെ പറയുന്നവരാകാം. ഒരു കൽപ്പന കരുണയില്ലാതെ നമുക്ക് നിർവചിക്കാം. പല ക്രിസ്ത്യാനികളുടെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നമാണത്. അത് ഞാൻ തന്നെ ചെയ്ത ഒരാളാണ്. എന്നാൽ അതേപ്പറ്റി ഞാൻ ആഴത്തിൽ മാനസാന്തരപ്പെട്ടു, വളരെ ആഴമായി. ഞാൻ പറഞ്ഞ കർത്താവ്, ഇതിൽ നിന്ന് എനിക്കൊരു പാഠം പഠിക്കണം. ദൈവവചനത്തിൽ ഒരു വാക്യമെടുത്ത് ചുറ്റിക പോലെ അവരുടെ തലയിലടിച്ച് അവരുടെ ജീവിതം ദുരിതപൂർണ്ണമാക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരോട് കരുണയുള്ളവനായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിന്നോട് കരുണയുള്ളവനായിരുന്നത് പോലെ നീ അനുസരണക്കേട് കാണിച്ചപ്പോൾ ദൈവം ഒരു ചുറ്റിക പോലെ അതെടുത്ത് നിന്റെ തലയിലടിച്ചോ? ഓ, ദൈവം അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ എത്ര പേര് ബാക്കി കണ്ടേനെ. ചിന്തിച്ചു നോക്കൂ, വ്യക്തിപരമായിട്ട് എത്ര തവണ എന്നോടും നിങ്ങളോടും കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാനും നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ എത്രയോ തവണ അവനത് പറയുന്നത് കേട്ടിട്ടുണ്ട്. ചെറിയ കാര്യത്തിൽ, വലിയ കാര്യത്തിൽ ഞാനും ശിക്ഷ വിധിക്കുന്നില്ല. നീ കോപിച്ചോ? നിന്റെ ഭാര്യയോടെ ഭർത്താവിനോട് ശബ്ദം ഉണ്ടാക്കിയോ? നീ ക്ഷമ പറഞ്ഞു, പിന്നെയും നീ അത് ചെയ്തു, പിന്നെയും അത് തന്നെ ചെയ്തു, പിന്നെയും ചെയ്തു. ഈ സ്ത്രീ ഒരു പ്രാവശ്യം ചെയ്തുള്ളൂ, നമ്മളെത്ര പ്രാവശ്യം ചെയ്തു? അവനെപ്പോഴും പറഞ്ഞത്, ഞാൻ നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല, പോകാം, ഇനിയും പാപം ചെയ്യരുത്. നാം പിന്നെയും പാപം ചെയ്തു. അപ്പോഴും അവൻ പറഞ്ഞു, ഞാൻ ശിക്ഷ വിധിക്കുന്നില്ല. ഇതാണ് നമ്മുടെ രക്ഷകൻ. നിങ്ങളത് കണ്ടിട്ടുണ്ടോ? കരുണ താൽപരനായിരിക്കുക.
കരുണയുള്ളവനായിരിക്കല്ല, കരുണയെ സ്നേഹിക്കുന്നവൻ. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നെങ്കിൽ പോയി അവരെ പുണരും. നിങ്ങളുടെ ഭാര്യയോട് നിങ്ങളത് ചെയ്യുന്നെന്ന് വിശ്വസിക്കും. നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾ സ്നേഹിക്കുന്നവരെ നിങ്ങൾ പുണരും. ഇതുപോലെ തന്നെ കരുണയും നാം പുണരണം. ഞാൻ കരുണ വളരെയധികം സ്നേഹിക്കുന്നു. ഞാൻ ഒരാളെ പറ്റി ചിന്തിക്കും, അവരോട് കരുണ കാണിക്കാൻ ആഗ്രഹിക്കുന്നു, അവരെ വിധിക്കുന്നതിന് പകരം. ഞാൻ കരുതുന്നു വരുന്ന ഒരു വർഷം മുഴുവനും നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന്, യേശു ക്രിസ്തു വരുന്നത് വരെയും. ദൈവം നിങ്ങളോട് ചോദിക്കുന്നത് എന്താ? ഒന്നാമത് നീതി പ്രവർത്തിക്കുക. ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾ കേൾക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു ന്യായാധിപൻ 6 മാസം എടുത്ത് 500 പേജും മറ്റും എഴുതി പഠിച്ച ശേഷമാണ് അവൻ അതേപ്പറ്റി വിധി പറയുന്നത്. അത്രയും നമ്മൾ പോകണ്ട. അതെന്താണെന്നെങ്കിലും മനസ്സിലാക്കുക. നിങ്ങൾ ഒരു കാര്യം കേൾക്കുന്നു, നിങ്ങൾ ഉടനെ തന്നെ പോയി 2-3 പേരോട് അത് പറയുന്നു. ഓ, നീ അറിഞ്ഞായിരുന്നു? അല്ലല്ലല്ല. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളിത് അവസാനിപ്പിക്കുക. ഈ സ്വഭാവം നിങ്ങൾ അവസാനിപ്പിക്കുക. നിങ്ങളൊരു കാര്യം കേട്ടു, ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കൊരു അസ്വസ്ഥതയാണോ? ഒരാളെ വിളിക്കുന്നു, നിങ്ങൾ അറിഞ്ഞോ ഇത്? ഇന്ന് തൊട്ട് അത് അവസാനിപ്പിക്കുക. ഈ പുതിയ വർഷം നിങ്ങൾക്ക് ഒരു പുതിയ വർഷമാവട്ടെ. ഇനിയും തൊട്ട് അതരുത്. കരുണയെ സ്നേഹിക്കുക. ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞ കാര്യം ശരിയായി സംഭവിച്ചാകാം. കരുണയെ സ്നേഹിക്കുക. അവസാനമായിട്ട് മീഖ 6:8, നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടുകൂടി നടക്കുക. നിങ്ങൾക്ക് താഴ്മയോടുകൂടി നടക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ഈ 2 കാര്യം ചെയ്യണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോട് നടക്കുമ്പോൾ എന്ത് സംഭവിക്കും നിങ്ങൾക്കറിയാമോ? താഴ്മയുള്ളവർക്ക് ദൈവം തൻ്റെ കൃപ കൊടുക്കും. നിങ്ങൾ ദൈവത്തിൻ്റെ കൃപയുടെ കുടക്കീഴിലായിരിക്കും. റോമാലേഖനം 6:14. നിങ്ങൾ കുടക്കീഴിലാണെങ്കിൽ മഴവെള്ളം നിങ്ങളുടെ തലയിൽ വീഴുകയില്ല. കൃപ നിങ്ങളുടെ മുകളിലുണ്ടെങ്കിൽ പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തത്തില്ല. റോമാലേഖനം 6:14, പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തത്തില്ല. നിങ്ങൾ എപ്പോഴൊക്കെ കൃപയ്ക്ക് കീഴിലാണോ അപ്പോഴൊന്നും. അതെപ്പോൾ സംഭവിക്കും? ദൈവത്തിൻ്റെ മുമ്പിൽ എങ്ങനെ താഴ്മയോട് നടക്കാൻ കഴിയും? താഴ്മയുള്ളവർക്ക് ദൈവം തൻ്റെ കൃപ കൊടുക്കുമ്പോൾ. 1 പത്രോസ് 5-ാം അധ്യായം ഇത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 1 പത്രോസ് 5-ന്റെ 5-ാമത്തെ വാക്യം. അവണ്ണം ഇളയവരെ, നമ്മളോട് എല്ലാവരോടുമാണ് പറയുന്നത്. നിങ്ങളെല്ലാവരും, ഇളയവർ മാത്രമല്ല, പ്രത്യേകിച്ച് ഇളയവർ, തുടർന്ന് പറയുന്ന എല്ലാവരും എന്നാണ്. താഴ്മ ധരിച്ചുകൊള്ളുവിനെന്നാണ്. തമ്മിൽ തമ്മിൽ. എന്തുകൊണ്ട്? ദൈവം താഴ്മയുള്ളവർക്ക് കൃപ കൊടുക്കും, അല്ലെങ്കിൽ അവൻ നിങ്ങളെ എതിർക്കും, അവൻ നിന്റെ ശത്രുവാകും. താഴ്മ ധരിക്കുവീൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ആ വാക്യം സാവധാനം വായിക്കുക. സാവധാനം വേണം ദൈവവചനം വായിക്കാൻ. നിങ്ങളെങ്ങനെ വസ്ത്രം ധരിച്ചു? ഇന്ന് രാവിലെ നിങ്ങളെങ്ങനെ വസ്ത്രം ധരിച്ചത്? ഇവിടെ ആരെങ്കിലും ഇന്ന് പൈജാമയോ ലുങ്കിയോ ധരിച്ചു വന്നിട്ടുണ്ടോ? അതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ നിങ്ങളങ്ങനെ ചെയ്തില്ല. ഗ്രാമത്തിലുള്ളവർ ചിലപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. അതവരുടെ സാധാരണ വസ്ത്രമാണ്. അതെന്തുമാകട്ടെ, അവരങ്ങനെ വസ്ത്രം ധരിച്ചാലും നിങ്ങളിങ്ങനെ വസ്ത്രം ധരിച്ചാലും അർത്ഥം ഇതാണ്: നിങ്ങൾ നഗ്നരായിട്ട് വരത്തില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ നഗ്നരായിട്ട് വരത്തില്ല. നിങ്ങളുടെ വീട്ടിലൊരു അതിഥി വന്നാൽ അവരുടെ മുമ്പിൽ നിങ്ങൾ നഗ്നരായിട്ട് നടക്കത്തില്ല. നിങ്ങൾ എന്ത് ചിന്തിക്കും? നിങ്ങളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടിലെ ആതിഥേയൻ നിങ്ങളെ നഗ്നനായിട്ട് വന്ന് അകത്തേക്ക് ക്ഷണിക്കുമ്പോൾ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് കഥ കടച്ച് അവൻ അകത്തേക്ക് പോകും. ഞാനത് നിങ്ങൾക്ക് വിവരിച്ചു തരാം. താഴ്മയുടെ വസ്ത്രം നിങ്ങൾ ധരിച്ചിട്ടില്ലെങ്കിൽ നീ ഒരു നഗ്നനാണ്. അനേകരും സഭയിൽ വരുന്നത് നഗ്നരായിട്ടാണ്. ദൈവത്തിന് മുമ്പിൽ അവർ നഗ്നരാണ്, കാരണം അവർ നഗറുകളാണ്. ഞാൻ CFCയിലുള്ള ആളാണ്, നാമധേയ ക്രിസ്തീയ കൂട്ടത്തിലല്ല. ഈ സഭയിലെ ഒരു നല്ല സഹോദരനാണ് ഞാൻ. ഈ സഭയിലെ മൂപ്പന്മാരുടെ മുമ്പിൽ എനിക്ക് നല്ലൊരു സാക്ഷ്യമുണ്ട്. സഹോദര സഹോദരി, നിങ്ങൾ നഗ്നരാണ്. അടുത്ത പ്രാവശ്യം സഭയിൽ വരുമ്പം ദയവായിട്ട് വസ്ത്രം ധരിച്ച് സഭയിൽ വരിക. ദൈവം വിലമതിക്കുന്ന ഒരേ ഒരു വസ്ത്രം, അത് താഴ്മയുടെ വസ്ത്രമാണ്. അത് ദൈവവചനമാണ്. നിങ്ങൾ താഴ്മ ധരിച്ചുകൊള്ളുകയും. അതിനർത്ഥം താഴ്മ നിങ്ങൾ ധരിച്ചവരല്ലെങ്കിൽ നീ നിൽക്കുന്നത് നഗ്നനായിട്ടാണ്.
അനേകം ഭാര്യമാരും ഭർത്താക്കന്മാരും നഗ്നരാണ്. നഗ്നരായ അനേകം യൗവനക്കാരുണ്ട്. അവരെ വസ്ത്രം ധരിക്കാൻ പഠിപ്പിക്കുക. മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ വസ്ത്രം ധരിക്കാൻ പഠിപ്പിക്കുക. നിങ്ങൾ ഭാര്യയും ഭർത്താവും വസ്ത്രം ധരിച്ച് നടക്കുക. വീട്ടിൽ നിങ്ങൾ വസ്ത്രം ധരിച്ചു വേണം നടക്കാൻ. നഗ്നരായിട്ട് ഓഫീസിലേക്ക് പോകരുത്. ന്യായം പ്രവർത്തിക്കുക. നീതിയുള്ളവൻ, ദയാതൽപരനായിരിക്കുക, കരുണയെ സ്നേഹിക്കുക. അതുപോലെ താഴ്മയുടെ വസ്ത്രം ധരിച്ച് ദൈവത്തിന് മുമ്പാകെ നടക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ 3 കാര്യം ചെയ്യാനായിട്ടും ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വേണം. ന്യായം ചെയ്യാനും ദയാതൽപരനായിരിക്കാനും അങ്ങയുടെ മുമ്പാകെ താഴ്മയോട് നടക്കാനും നിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ നിറയ്ക്കണേ. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ സഹോദരന്മാരുടെ ഉള്ളിലും പരിശുദ്ധാത്മാവിന് നിറയാനായിട്ടുള്ള ഒരു വലിയ നിലവിളി അവിടുന്ന് കൊടുക്കണേ. ഞങ്ങൾക്ക് സ്വയം ഇതിന് കഴിയത്തില്ല. ഞങ്ങൾ പരിശ്രമിച്ചു, പരാജയപ്പെട്ടു. ന്യായം ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചു, കരുണയെ സ്നേഹിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു, ഞങ്ങൾ താഴ്മയോടെ അവിടുത്തെ മുമ്പാകെ നടക്കാൻ ശ്രമിച്ചു. എങ്കിലും നിരന്തരം ഞങ്ങൾ പരാജയപ്പെട്ടു. ഇപ്പം ഞങ്ങൾ അവിടുത്തെ പരിശുദ്ധാത്മ ശക്തിക്കായിട്ട് അപേക്ഷിക്കുന്നു. സ്വർഗീയ പിതാവേ, ഇവിടെ ആയിരിക്കുന്ന എല്ലാവരോടും കരുണ തോന്നണേ. എൻ്റെ ആത്മാവുകൊണ്ട് എല്ലാവരും നിറയ്ക്കണേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.